നമസ്കാരം. പാർപ്പിട നിർമ്മാണ രംഗത്തെ ട്രെൻഡുകൾ പരിചയപ്പെടുത്തുന്ന ബ്യൂട്ടിഫുൾ ഹോംസ് പരമ്പരയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ജയ്ഹിന്ദ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ട് സെഗ്മെന്റുകളാണ് ബ്യൂട്ടിഫുൾ ഹോംസിന്റെ ഇന്നത്തെ എപ്പിസോഡിലും ഉള്ളത്. നിർമ്മാണം പൂർത്തിയായ ഒരു വീടിന്റെ ഡിസൈൻ സ്റ്റൈലും കൺസ്ട്രക്ഷൻ മെത്തേഡ്സും പരിചയപ്പെടുത്തുന്നതാണ് അതിലെ ആദ്യത്തെ സെഗ്മെന്റ്. ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നിർമ്മാണം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അതെങ്ങനെ ഇരിക്കും എന്ന് വോക്ക് ത്രൂ ആനിമേഷൻ വഴി മുൻകൂട്ടി കാണിച്ചു കൊടുക്കുന്ന ഒരു സാങ്കേതിക വിദ്യ നമ്മുടെ പാർപ്പിട നിർമ്മാണ രംഗത്ത് ഇന്നുണ്ട്. അത് വിശദമാക്കുന്നു സെഗ്മെന്റ് നമ്പർ 2-ലൂടെ. ആദ്യ സെഗ്മെന്റിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്ന വീട് ഇനി കാണാം. മനോഹരമായ എക്സ്റ്റീരിയറും ഭംഗിയാർന്ന ഇന്റീരിയർ അറേഞ്ച്മെന്റ്സും ഒക്കെയുള്ള ഒരു വീട്. ഇതാ നോക്കൂ. ഞങ്ങൾ അവതരിപ്പിക്കുന്ന വീടിന് ഒരു പ്രത്യേകതയുണ്ട്. വെറും 6-7 സെന്റ് മാത്രം വലിപ്പം വരുന്ന പ്ലോട്ടിൽ നിർമ്മിക്കാവുന്ന ഒരു വീടാണിത്. ഇന്നത്തെ സാഹചര്യത്തിൽ 45 ലക്ഷം രൂപയ്ക്ക് നിർമ്മാണം പൂർത്തിയാക്കാവുന്ന ഒരു വീട്. 2250 സ്ക്വയർ ഫൂട്ട് വലിപ്പം വരുന്ന ഒരു ഹോം ഡിസൈനാണ് ഇത്. കാർ പോർച്ച്, സിറ്റ് ഔട്ട്, ഫോർമൽ ലിവിംഗ്, ഡൈനിങ്, 4 അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ, അപ്സ്റ്റെയർ ലിവിംഗ്, ഓപ്പൺ ടെറസ്, സൈഡ് ബാൽക്കണികൾ എന്നിങ്ങനെ ഒട്ടേറെ സൗകര്യങ്ങളുള്ള ഒരു വീട്. നമ്മുടെ നാട്ടിലെ മിഡിൽ ക്ലാസ്സിനെ മുന്നിൽ കണ്ടുകൊണ്ട് കൊച്ചിയിലെ ഡ്രീം സ്പേസ് ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് തയ്യാറാക്കിയതാണ് ഈ ഹോം ഡിസൈൻ. ഇതാ നോക്കൂ. രണ്ട് ഹോം ഡിസൈൻസിന്റെ വിശേഷങ്ങളുമായാണ് ബ്യൂട്ടിഫുൾ ഹോംസിന്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെ തേടിയെത്തുന്നത്. ഇനി അതിൽ ആദ്യ സെഗ്മെന്റ്. കേരളത്തിന്റെ ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറും ആധുനിക വാസ്തുകലാ ശൈലിയായ കണ്ടംപററി സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറും സമന്വയിപ്പിച്ച് നിർമ്മിച്ച മനോഹരമായൊരു വീടാണിത്. കാഴ്ചയിൽ 2 നില എന്ന് തോന്നുമെങ്കിലും ഒറ്റ നിലയിലായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ ഒരു വീട്. മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയ്ക്ക് സമീപം കുന്നപ്പള്ളിയിലാണ് ഈ വീട്. 12 സെന്റോളം വരുന്ന പ്ലോട്ടിൽ വിശാലമായ മുറ്റവും ലാൻഡ്സ്കേപ്ഡ് ഗാർഡനും ഒക്കെയായി നിർമ്മിച്ച വീട്. 2100 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിന്റെ വലിപ്പം. വിശാലമായ കാർ പോർച്ച്, തൊട്ടരികെ സിറ്റ് ഔട്ട്, കാർ പോർച്ചിനും സിറ്റ് ഔട്ടിനും ഇടയിലായി ഒരു വെറ്റ് കോർട്ട്യാർഡ്, സിറ്റ് ഔട്ടിൽ നിന്ന് പ്രവേശിക്കാവുന്ന വിധം ഒരു ഫോയർ, ഫോയറിന്റെ വലതുഭാഗത്തായി ഈ ഫോർമൽ ലിവിംഗ് സ്പേസ്, ഫോയറിന്റെ ഇടതുഭാഗത്തായി ഈ ഡ്രൈ കോർട്ട്യാർഡ്, അതിനരികെ ടിവിയും മറ്റും കാണാനുള്ള ഒരു ഫാമിലി സിറ്റിംഗ് സ്പേസ്, വിശാലമായി ഹാളിനുള്ളിൽ ഒരുക്കിയ ഈ ഡൈനിങ് സ്പേസ്, ഡൈനിങ്ങിന് സമീപത്തു നിന്ന് എൻട്രി നൽകിയുള്ള ഈ കിച്ചൺ, ഡൈനിങ്ങിനരികിൽ നിന്ന് തന്നെ പ്രവേശിക്കാവുന്ന വിധമൊരുക്കിയ ഈ ഗസ്റ്റ് ബെഡ്, ഫാമിലി സിറ്റിംഗിനരികിൽ നിന്ന് എൻട്രി നൽകിയുള്ള ഈ മാസ്റ്റർ ബെഡ്റൂം. ഈ വീട്ടിലെ സൗകര്യങ്ങൾ ഇത്രയുമാണ്. ഈ വിധം വളരെ സുന്ദരമായ എക്സ്റ്റീരിയറും ലാളിത്യം നിറഞ്ഞ അകമുറി സജ്ജീകരണങ്ങളുമുള്ള ഒരു വീട്. പെരിന്തൽമണ്ണ ആനമങ്ങാട് AUP സ്കൂൾ ഹെഡ്മാസ്റ്ററായ ശ്രീ T. ഉമ്മർ മാസ്റ്ററുടേതാണ് ഈ വീട്. ഒറ്റ നിലയിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആകർഷകമായ ഒരു വീട് എന്നതായിരുന്നു ശ്രീ ഉമ്മർ മാസ്റ്ററുടെ കോൺസെപ്റ്റ്. അതിനനുസൃതമായി ഒരുക്കിയതാണ് ഈ വീട്. ഈ വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഉമ്മർ മാസ്റ്ററുടെ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 2 ബെഡ്റൂമുള്ള ഒരു സിംഗിൾ സ്റ്റോറി ഹൗസ് എന്നതായിരുന്നു. അതനുസരിച്ചാണ് ഇതിൻ്റെ ഡിസൈൻ. ബെഡ്റൂമുകളുടെ എണ്ണം 2 മാത്രമേ ഉള്ളുവെങ്കിലും മറ്റു സൗകര്യങ്ങൾക്ക് യാതൊരു കുറവുമില്ല. കാർ പോർച്ചുണ്ട്, സിറ്റ് ഔട്ട് ഉണ്ട്, ഫോയർ ഏരിയ ഉണ്ട്, ലിവിംഗ് ഉണ്ട്, ഫാമിലി ലിവിംഗ് ഉണ്ട്, ഡൈനിങ്, കിച്ചൺ, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും, ഒരു വലിയ വീട്ടിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ ഡിസൈൻ. ഒപ്പം 2 കോർട്ട്യാർഡുകൾ കൂടി ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ 2100 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ ഡിസൈൻ. ആർക്കിടെക്ചറൽ ഫ്യൂഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു എക്സ്റ്റീരിയർ സ്റ്റൈൽ ഡിസൈനാണ് ഈ വീടിൻ്റേത്. റൂഫിംഗ് പാറ്റേണിൽ കേരളത്തിന്റെ ട്രഡീഷണൽ സ്റ്റൈലായ ചെരിഞ്ഞ മേൽക്കൂരയാണ് ഈ വീടിന്. പക്ഷേ ടോട്ടാലിറ്റിയിൽ
കണ്ടംപററി സ്റ്റൈലിന്റെ സവിശേഷതയായ ബോക്സ് ടൈപ്പും സ്ട്രെയിറ്റ് ലൈൻ പാറ്റേണും പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. അതിനാൽ സെമി കണ്ടംപററി സ്റ്റൈലാണ് ഇതിന്റെ ഡിസൈൻ പാറ്റേൺ. ചുമരിന്റെ ഡിസൈൻ, പില്ലറുകളുടെ ഡിസൈൻ എന്നിവയിലൊക്കെ സ്ട്രെയിറ്റ് ലൈൻ പാറ്റേൺ ആണ് ഇവിടെ. ഫ്ലാറ്റ് റൂഫായി കോൺക്രീറ്റ് ചെയ്തൊരുക്കിയ സ്ട്രക്ചറാണ് ഈ വീടിൻ്റേത്. ആ ഫ്ലാറ്റ് റൂഫിന് മേൽ ഇൻഡസ്ട്രിയൽ ട്രസ് വർക്ക് ചെയ്ത് അതിന്മേൽ ഓട് വിരിച്ചിരിക്കുകയാണ് ഇവിടെ. ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് ഈ റൂഫ് ടൈൽസ്. സ്ലോപ്പിംഗ് റൂഫ് നൽകിയത് പല ലെവലിലാണ്. കാർപോർച്ചിന്റെ റൂഫ്, സിറ്റൗട്ടിന്റെ റൂഫ്, മെയിൻ സ്ട്രക്ചറിന്റെ റൂഫ്, കിച്ചണിന്റെ റൂഫ് എന്നിവയൊക്കെ പല ലെവലിലാണ് നൽകിയിരിക്കുന്നത്. റൂഫിംഗ് പാറ്റേണിലെ ഈ പല ലെവൽ എക്സ്റ്റീരിയറിന് നല്ല ഭംഗി നൽകുന്നുണ്ട്. സ്ലോപ്പിംഗ് റൂഫിന് മധ്യേ ഒരു ബോക്സ് ടൈപ്പ് നൽകി ടൈൽ ക്ലാഡിംഗ് നൽകിയതും ആകർഷകമായി. ഈ റൂഫിംഗ് പാറ്റേൺ ആണ് ഈ വീടിന് ഭംഗി നൽകുന്നത്. ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിന് കൂടുതൽ ഫീച്ചേഴ്സ് നൽകിയാൽ എക്സ്റ്റീരിയറിന് വളരെയധികം ബ്യൂട്ടി ഉണ്ടാകും. ഈ വീടിൻ്റെ കാര്യത്തിലും റൂഫിൻ്റെ കാര്യത്തിൽ നൽകിയ ഫീച്ചേഴ്സാണ് എക്സ്റ്റീരിയറിനെ മനോഹരമാക്കുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഒരു സിംഗിൾ സ്റ്റോറി ഹൗസായിട്ടാണ്, അതും ഒരു കോൺക്രീറ്റ് ഹൗസായി. അത്തരം ഒരു വീടിന് എലിവേഷന് കൂടുതൽ ഫീച്ചേഴ്സ് നൽകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡബിൾ റൂഫ് പാറ്റേണിൽ ഈ വീടിൻ്റെ ഡിസൈൻ ഒരുക്കിയിരിക്കുന്നത്. അതായത് കോൺക്രീറ്റ് റൂഫിൻ്റെ മുകളിൽ ഒരു സ്ലോപ്പിംഗ് റൂഫ് പാറ്റേൺ. ആ സ്ലോപ്പിംഗ് റൂഫ് പാറ്റേണിൽ തന്നെ പല ലെവലുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ടൈൽസ് പൊളിച്ചിട്ടുമുണ്ട്. പിന്നീട് എലിവേഷനിൽ തന്നെ പല സ്ഥലങ്ങളിൽ ബോക്സ് ടൈപ്പും ജോമെട്രിക്കലായിട്ടുള്ള ലൈനുകളും ഒക്കെ നൽകിക്കൊണ്ടുള്ള ഒരു എക്സ്റ്റീരിയർ ഡിസൈൻ ഒരുക്കിയത് കൊണ്ടാണ് ഈ വീടിന് ഒരു മനോഹാരിത ഫീൽ ചെയ്യുന്നത്. വീടിന്റെ റൈറ്റ് കോർണറിൽ സ്പേഷ്യസ് ആയ ഒരു കാർപോർച്ച് കൂടി അറ്റാച്ച് ചെയ്തുള്ളതാണ് ഈ വീടിന്റെ ഡിസൈൻ. കാർപോർച്ചിനരികിലായി സിറ്റൗട്ടും ഒരുക്കിയിട്ടുണ്ട്. സിറ്റൗട്ടിനും കാർപോർച്ചിനും ഇടയിലായി ഒരു വെറ്റ് കോർട്ട്യാർഡ് കൂടി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാർബിൾ പെബിൾസും ഗ്രീനറിയും ഒക്കെ നൽകി ആകർഷകമായി ഒരുക്കിയ ഭംഗിയാർന്ന കോർട്ട്യാർഡ് ഒരു കണ്ടംപററി സ്റ്റൈൽ വീടിന് യോജിക്കുന്നതാണ്. ഈ വീടിന്റെ ഡോർ ഡിസൈൻ വൈറ്റ് കളറിൽ ഒരുക്കിയ കൊത്തുപണികളൊന്നുമില്ലാത്ത ഡോർ വർക്ക്. അത് തുറക്കുന്നത് ഈ ഫോയറിലേക്കാണ്. ഫോയറിന്റെ ഒരു വശത്ത് ഫോമൽ ലിവിംഗ് ആണ്. അടുത്ത കാലത്തായി നാം ഒരു വീട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിൽ 2 ലിവിംഗ് ഏരിയ കൊടുക്കുക സാധാരണമാണ്. ഒരു ഫോർമൽ ലിവിംഗ് ഏരിയയും ഒരു ഫാമിലി സിറ്റിംഗ് ഏരിയയും. ഈ വീട് ഒരു സിംഗിൾ സ്റ്റോറി ഹൗസ് ആയതുകൊണ്ട് തന്നെ ഈ 2 ഏരിയയും ഒറ്റ നിലയിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഫോർമൽ ലിവിംഗ് ഏരിയ ഒരുക്കിയിരിക്കുന്നത് പ്യുവർലി ഗസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു മുറി എന്ന നിലയിലാണ്. അതുകൊണ്ട് തന്നെ എനി ടൈം ടൈഡി ആൻഡ് നീറ്റ് ആയി നിൽക്കുന്ന ഒരു മുറിയായിട്ടാണ് അതിൻ്റെ ഡിസൈൻ. അതിനപ്പുറത്ത് വളരെയേറെ പ്രൈവസി ഉള്ള ഒരു മുറിയായിട്ട് കൂടിയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ മുറിയിൽ ഗസ്റ്റുകൾ വന്നിരുന്നാൽ വീട്ടിലെ മറ്റ് അംഗങ്ങൾക്ക് ഒരു തരത്തിലും ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാത്ത വിധത്തിലാണ് അതിൻ്റെ ഡിസൈൻ. നല്ല പ്രൈവസി നൽകിയാണ് ഫോമൽ ലിവിംഗ് ഏരിയ ഒരുക്കിയത്. പ്രത്യേകം ഒരു മുറി, ഒരു ഭാഗത്ത് ഗ്രേ കളർ നൽകിയ വോൾ, മറ്റൊരു ഭാഗത്ത് വെർട്ടിക്കൽ നീഷുകൾ നൽകിയ ഒരു വോൾ, ലെതർ സോഫ സെറ്റുകൾ നൽകി ഒരുക്കിയ ഇരിപ്പിടങ്ങൾ, ഭംഗിയാർന്ന ടീപോയ്, ഫ്ലോറിന് ഭംഗി നൽകുന്ന റഗ്സ്, സീലിംഗിന് നൽകിയ വുഡൻ വർക്ക്. ശരിക്കും ഒരു കണ്ടംപററി സ്റ്റൈൽ ഇന്റീരിയർ വർക്കാണ് ഈ ലിവിങ്ങിന്. ഫോയറിന്റെ ഇടതുവശത്തായി ഇവിടെ നൽകിയ ഈ ഡ്രൈ കോർട്ട്യാർഡ് ഈ വീടിന്റെ ഇൻസൈഡിൽ നല്ല ലൈറ്റ് ആൻഡ് വെന്റിലേഷൻ ഉറപ്പുവരുത്തുന്നുണ്ട്. ഫോയർ നീണ്ടു ചെല്ലുന്ന ഈ നീണ്ട ഹാളിൽ 2 പ്രധാന സജ്ജീകരണങ്ങളാണ്. ടിവിയും മറ്റും കാണുവാനുള്ള ഈ ഫാമിലി സിറ്റിംഗ്, പിന്നെ ഈ ഡൈനിങ് സ്പേസും. കോമ്പാക്ട് അറേഞ്ച്മെന്റ് ആണ് ഡൈനിങ്ങിൽ. 6 സീറ്റർ ടേബിൾ, ചെയേഴ്സ്. കസ്റ്റം മെയ്ഡായി ഇവിടെ തന്നെ നിർമ്മിച്ചതാണ് ഈ ടേബിളും ചെയറുകളും. അരികിൽ ക്രോക്കറികൾ ഷോക്കേസ് ചെയ്ത ഒരു ഷെൽഫുമുണ്ട്. ഡൈനിങ്ങിന്റെ സീലിംഗ് ഏരിയ മറൈൻ പ്ലൈവുഡും വെനീറും ചേർത്തുള്ള വുഡൻ പാനലിംഗ് നൽകി ആകർഷകമാക്കിയിട്ടുണ്ട്. ഡൈനിങ്ങിനരികെ തന്നെയാണ് കിച്ചൺ. എളുപ്പം ആക്സസ് ചെയ്യാവുന്ന മുറി. ആകർഷകമാണ് കിച്ചൺ ഫർണിഷിംഗ്. മോഡ്യുലാർ സ്റ്റൈലിൽ ഒരുക്കിയ ഭംഗിയാർന്ന കിച്ചൺ. 2 കിടപ്പറകൾ മാത്രമുള്ള ഒരു വീടാണിത്. അതിലൊന്ന് ഇതാണ്. ഡൈനിങ് ഏരിയയ്ക്ക് അരികിൽ നിന്നാണ് എൻട്രി. ഒരു കണ്ടംപററി വീടിന് ചേർന്ന വിധത്തിലുള്ള ഫർണിഷിംഗ് ആണ് ഈ കിടപ്പറയുടേത്. ഭംഗിയാർന്ന കട്ടിലും ശയ്യയും. ഹെഡ് വാൾ
വുഡൻ പാനലിംഗ് നൽകി ഭംഗിയാക്കിയിട്ടുണ്ട്. ബ്ലൈൻഡഡ് കേർട്ടനാണ് ജനാലകൾക്ക്. ഈ വീടിന്റെ സെൻട്രൽ ഹാളിന്റെ ഇങ്ങേ അറ്റത്താണ് ഫാമിലി സിറ്റിംഗ്. TV കാണുവാനുള്ള സൗകര്യം ഇവിടെയാണ് ഒരുക്കിയിട്ടുള്ളത്. വാഷ് കൗണ്ടർ, കോമൺ ടോയ്ലറ്റ് എന്നിവ നൽകിയതും ഇതിനരികിലാണ്. ഫാമിലി സിറ്റിംഗിൽ നിന്ന് ആക്സസ് നൽകിയാണ് മാസ്റ്റർ ബെഡ്റൂം ഒരുക്കിയത്. വളരെ സ്പേഷ്യസ് ആയ മുറി, കിങ് സൈസ് ബെഡ്. ഹെഡ് വാളിന്റെ ഭാഗത്തും സീലിംഗിലുമായി വുഡൻ പാനലിംഗ് നൽകിയിട്ടുണ്ട്. ബ്ലൈൻഡഡ് കേർട്ടൻ തന്നെയാണ് ജനാലകൾക്ക് നൽകിയത്. വാക്കിംഗ് ക്ലോസറ്റ്, ഡ്രസ്സിംഗ് ഏരിയ എന്നിവ കൂടി നൽകിയാണ് ഈ കിടപ്പറ ഒരുക്കിയത്. കുറച്ച് അംഗങ്ങൾ മാത്രമുള്ള ഒരു കുടുംബം എന്ന നിലയിൽ 2 ബെഡ്റൂമുകൾ മാത്രമേ ഈ വീടിന് നൽകിയിട്ടുള്ളൂ. പക്ഷേ 2 ബെഡ്റൂം വളരെയധികം സ്പേഷ്യസ്നെസ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു കിങ് സൈസ് ബെഡ് ഇട്ട് കഴിഞ്ഞാലും ഇഷ്ടംപോലെ സ്പേസ് മുറികളിൽ കിട്ടും. വാക്കിംഗ് ക്ലോസറ്റ്, ടോയ്ലറ്റ്, ഡ്രസ്സിംഗ് ഏരിയ എന്നിവ ബെഡ്റൂമിനോട് അറ്റാച്ച് ചെയ്തിട്ടുമുണ്ട്. വേണമെങ്കിൽ ഈ ബെഡ്റൂമുകളുടെ സൈസ് അല്പം കുറയ്ക്കുകയാണെങ്കിൽ 3-4 ബെഡ്റൂമുള്ള ഒരു വീടായി ഇത് ഡിസൈൻ ചെയ്യാനും സാധിക്കും. കണ്ടംപററി സ്റ്റൈലിലുള്ള മിനിമലിസ്റ്റ് കോൺസെപ്റ്റിലാണ് ഇവിടുത്തെ ഫർണിഷിംഗ്. എളുപ്പം പുതുമ മായാത്ത ഫർണിഷിംഗ് സ്റ്റൈൽ. മിനിമലിസ്റ്റ് സ്റ്റൈൽ ആയതിനാൽ സ്പേഷ്യസ്നെസ്സും തോന്നും. 12 സെന്റുള്ള പ്ലോട്ട് ആയതിനാൽ വലിയ മുറ്റം കൂടി ഈ വീടിന് നൽകിയിട്ടുണ്ട്. ടൈൽസ് പതിച്ച വിശാലമായ മുറ്റം. മുറ്റത്തിന്റെ അരികിലായി ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുമുണ്ട്. അത് ഈ വീടിനേറെ ഭംഗി നൽകുന്നുമുണ്ട്. സമകാലീന നിർമ്മാണ ശൈലിയും പാരമ്പര്യ വാസ്തുശൈലിയും സമ്മിശ്രണം ചെയ്ത് നല്ലൊരു വീട് ഒരുക്കാവുന്നതിന് ഉത്തമമായ ഒരു ഉദാഹരണമാണ് ഈ വീട്. ഇപ്പോഴത്തെ ഡിസൈൻ ട്രെൻഡ് അനുസരിച്ചുള്ള നല്ലൊരു വീട്. ഈ വില്ല ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? ഇതേപ്പറ്റി കൂടുതൽ അറിയാൻ, ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ ഞങ്ങളെ വിളിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ ഇതാ.